ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ കാലുകൾക്ക് ശക്തി പകരാൻ സഹായിക്കുന്ന, നിങ്ങളുടെ വയർ കുറയ്ക്കാൻ സഹായിക്കുന്ന കുറച്ച് സിമ്പിൾ വർക്കൗട്ടുകളാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ആദ്യത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. അതിനുശേഷം നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ ഒരു തലയുടെ ഭാഗത്തായിട്ട് വെച്ചതിന് ശേഷം നിങ്ങളുടെ ഓരോ കാലുകളായിട്ട് ഇതേപോലെ ഉയർത്തുക. അതിനനുസരിച്ച് നിങ്ങളുടെ ബോഡിയും ആ ഒരു വശത്തോട്ട് മൂവ് ചെയ്യിപ്പിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ വർക്കൗട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു വർക്കൗട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലിൽ ഒരു 15 പ്രാവശ്യം വെച്ചിട്ട് നിങ്ങളൊരു 3 സെറ്റ് ചെയ്യുക. വളരെ എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടാണ്. നിങ്ങളുടെ കാലുകൾ പ്രവർത്തിക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ വയറിനും നല്ല ഒരു വർക്കൗട്ടാണ്. ഓക്കെ, നിങ്ങളുടെ വയറിലെ ഫാറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ട് കൂടിയാണിത്. അപ്പം ഞാൻ ഈ വർക്കൗട്ടുകൾ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ ബിഗിനേഴ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാർ കാണും. ഓക്കെ, സ്ത്രീകൾ കാണും, പുരുഷന്മാർ കാണും. അപ്പം അവർക്കൊക്കെ വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ്. അപ്പം ഈ ഒരു വർക്കൗട്ട് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നിങ്ങളുടെ കാലുകൾക്കും നല്ലതാണ്, നിങ്ങളുടെ വയറിൻ്റെ ഫാറ്റ് കുറയ്ക്കാൻ നല്ലതാണ്, അതിനൊക്കെ തന്നെ നിങ്ങളുടെ ഫുൾ ബോഡിക്കും നല്ലതാണ്. കാരണം നിങ്ങളുടെ ഫുൾ ബോഡിയും ആക്റ്റീവ് ആവുന്നുണ്ട്. അപ്പം നമ്മുടെ രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതേ കണക്ക് നിൽക്കാം. അതിനുശേഷം കണ്ടില്ലേ, ഇതേ കണക്കാണ് ഈ വർക്കൗട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങളുടെ കൈകൾ മുകളിലോട്ട് ഉയർത്തുക. അതിനുശേഷം നിങ്ങളുടെ കാലുകൾ മുകളിലോട്ട് ഉയരുന്നതിനോടൊപ്പം നിങ്ങളുടെ കൈകൾ താപ്പോട്ട് കൊണ്ടുവരിക. കണ്ടില്ലേ, ഇതേ കണക്കാണ് നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഈ ഒരു വർക്കൗട്ടും നിങ്ങളുടെ വയറിലെ കൊഴുപ്പിനെ കുറയ്ക്കാനും അത് കണക്ക് തന്നെ നിങ്ങളുടെ കാലുകളുടെ ആ ഒരു പേശികളെയൊക്കെ ശക്തിപ്പെടുത്തുവാനും സഹായിക്കുന്ന വർക്കൗട്ടാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഒരു വർക്കൗട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാലിൽ ഒരു 15 പ്രാവശ്യം വെച്ചിട്ട് നിങ്ങൾ 2 കാലിലും ആവർത്തിക്കുക. അതേപോലെ നിങ്ങളൊരു 3 സെറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് വ്യായാമം ചെയ്യാൻ സമയമില്ലാത്തവരാണ്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള വ്യായാമങ്ങൾ, കഠിനമായിട്ടുള്ള വ്യായാമങ്ങളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് വീട്ടിൽ ഫോളോ ചെയ്യാൻ പറ്റിയ വർക്കൗട്ടാണ്. അതേപോലെ തന്നെ വീട്ടമ്മമാർക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ, നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വർക്കൗട്ടുകളാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വർക്കൗട്ട്. അടുത്ത മൂന്നാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാലുകൾ ഒരല്പം വൈഡാക്കി ഇതേ കണക്ക് നിങ്ങൾക്ക് നിൽക്കാം. കണ്ടില്ലേ, ഇതേ കണക്ക്. അതിനുശേഷം കാലുകൾ ഇതേ കണക്ക് ക്രോസായിട്ട് കൊണ്ടുപോവുക. കണ്ടില്ലേ, ഇതേപോലെ ക്രോസായിട്ട് കൊണ്ടുപോയിട്ട് നിങ്ങൾ ആ ഒരു പഴയ പൊസിഷനിലോട്ട് വരിക. ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നതിനുള്ള ഗുണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഹിപ്പ് ഭാഗത്തെ ഒരു ഫാറ്റിനെ കുറയ്ക്കാനും അതിനൊക്കെ തന്നെ നിങ്ങളുടെ കാലുകളുടെ, നിങ്ങളുടെ തൈസ് മസിൽ, അതേ കണക്ക് തന്നെ നിങ്ങളുടെ ഹാംസ്ട്രിങ് മസിൽ ഒക്കെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കാനും സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ്. ഓക്കെ, നല്ല ഒരു ബോഡി മൂവ്മെൻറ്റാണ് ഈ ഒരു വർക്കൗട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു വർക്കൗട്ടും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 15 റെപ്സിൻ്റെ ഒരു 3 സെറ്റാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു കാലിൽ നിങ്ങൾ 15 പ്രാവശ്യം ചെയ്യുക. അതിനുശേഷം ഇതേ കണക്ക് അടുത്ത കാലിലും അത് കണക്ക് ആവർത്തിക്കുക. അങ്ങനെ നിങ്ങൾ ഒരു 3 പ്രാവശ്യം ചെയ്യുക. വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. നിങ്ങളുടെ കാലുകളുടെയൊക്കെ ഒരു ശക്തി, ആ ഒരു ദുർബലതയൊക്കെ മാറ്റി അതുകൊണ്ട് തന്നെ കാലിലോട്ടുള്ള രക്തപ്രവാഹമൊക്കെ ശക്തിപ്പെടുത്തുവാനും ഒക്കെ സഹായിക്കുന്ന ഒരു നല്ല വർക്കൗട്ടാണിത്. ഓക്കെ, അപ്പം കാലിന് ഈ മുട്ടുവേദന ഉള്ളവർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു വർക്കൗട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ആർക്ക് വേണമെങ്കിലും വീട്ടിൽ ഫോളോ ചെയ്യാൻ പറ്റിയ എക്സസൈസുകളാണ്. നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട്. അപ്പം അടുത്തായിട്ട് നമുക്ക് നാലാമത്തെ വർക്കൗട്ടിലോട്ട് പോകാം. നാലാമത്തെ വർക്കൗട്ട് നിങ്ങൾ ഈ ഒരു പൊസിഷനിലോട്ട് വന്നതിന് ശേഷം നിങ്ങളുടെ കൈകൾ ഇതേ കണക്ക് വെക്കാം. ഓക്കെ, അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്ന കണക്ക് പതുക്കെ ഇതേപോലെ താഴോട്ട് വരിക. കണ്ടില്ലേ, ഈ ഒരു പൊസിഷനിലായിരിക്കണം നിങ്ങളുടെ ബോഡി ഉള്ളത്. 2 മാക്സിമം നിങ്ങളുടെ കുനിയുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി ഏകദേശം ഒരു പാരൽ ലെവൽ, ഒരു സ്ട്രെയിറ്റ് ലെവലിലോട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതേ കണക്ക്. ഓക്കെ, നിങ്ങളുടെ ലോവർ ബാക്കൊക്കെ. അപ്പം ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നതിനുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹാംസ്ട്രിങ് മസിൽ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവും, നിങ്ങളുടെ ഗ്ലൂട്ട് മസിൽ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവും. അത് കണക്ക് തന്നെ നിങ്ങളുടെ വയറിൻ്റെ ആ ഒരു കൊഴുപ്പിനെ കുറച്ച് കളയാനും സഹായിക്കുന്ന ഒരു നല്ല വർക്കൗട്ടാണ്. അപ്പം ഈ ഒരു വർക്കൗട്ടും നിങ്ങൾക്കൊരു 15 പ്രാവശ്യം വെച്ച് ഒരു 3 സെറ്റ് നിങ്ങൾക്ക് ആവർത്തിക്കാം. ഓക്കെ, വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു വർക്കൗട്ടാണ് ഇത്. അപ്പം ഇതാണ് നമ്മുടെ നാലാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത്. അപ്പം ഈ വർക്കൗട്ടുകളെല്ലാം നിങ്ങളൊരു 3 പ്രാവശ്യം വെച്ച് ചെയ്ത് നോക്കൂ. പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഇതേ കണക്ക്. കണ്ടില്ലേ, ഒരല്പം ഒരു കാല് മുമ്പോട്ട് കയറ്റി വെക്കുക. ഇതേപോലെ കണ്ടില്ലേ, ഈ ഒരു പൊസിഷൻ. അതിനുശേഷം നിങ്ങളുടെ കൈകൾ തലയുടെ ഭാഗത്തായിട്ട് വെച്ചതിന് ശേഷം ഞാൻ ഈ ചെയ്യുന്ന കണക്ക് 1, കണ്ടില്ലേ, 2, 3 ഇങ്ങനെ ചെയ്യുന്ന സമയത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്കിലുള്ള കാലിലായിരിക്കും നമ്മുടെ ബോഡിയുടെ ഒരു ഫുൾ ഫോഴ്സ് നമുക്ക് കിട്ടുക. ആ ഒരു കാലിൻ്റെ ഹാംസ്ട്രിങ് നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അതിനൊക്കെ തന്നെ നമ്മുടെ തൈ മസിൽ, നിങ്ങളുടെ ആപ്സിൻ്റെ മസിൽ ഒക്കെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവും. ഓക്കെ,
ഇത് കണക്ക് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. വളരെ നല്ല ഒരു വർക്കൗട്ടാണ് ഇതും നിങ്ങൾക്ക് ഒരു 15 പ്രാവശ്യം വെച്ച് ഒരു 3 സെറ്റ് ആവർത്തിക്കാം ഫ്രണ്ട്സ്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ 5 വർക്കൗട്ട് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള 5 വർക്കൗട്ടുകൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വീട്ടിൽ ഫോളോ ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വർക്കൗട്ടുകൾ. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കൊച്ചു വീഡിയോകൾ ഞാൻ ചില സമയത്ത് ഇതിനൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങൾ കയറി കാണുക. ഓക്കെ, ആർക്കും ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളാണ്. അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് തരാൻ മറന്നു പോകരുത്. അതിനൊക്കെ തന്നെ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, താങ്ക് യു.